നമസ്കാരം. നാളത്തെ +1 പരീക്ഷയ്ക്കുള്ള ചില ടിപ്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷ എഴുതുമ്പോൾ രജിസ്റ്റർ നമ്പർ കൃത്യമായി പേപ്പറിൽ എഴുതാൻ ശ്രദ്ധിക്കണം. വേർഡ്സിലും ഡിജിറ്റ്സിലും എഴുതാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ രജിസ്റ്റർ നമ്പർ കൃത്യമായി എഴുതാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മുടെ പേപ്പറിൽ പേജ് നമ്പർ ഇടാൻ മറക്കരുത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യന്റെ കോഡ് നമ്പർ എഴുതാനുണ്ട്. അത് എഴുതാൻ മറക്കാതെ കൃത്യമായിട്ട് എഴുതാം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായി എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എഴുതി ബാലൻസ് വരുന്ന ഷീറ്റ് ക്രോസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇത്രയാണ് നമ്മുടെ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് തരുന്നത്. ഇനി നമ്മുടെ എഴുത്തിന്റെ രീതി, അതായത് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണ് നിങ്ങളത്തെ പരീക്ഷ നടക്കുന്നതെങ്കിൽ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അത് എഴുതിയതുമാണ്. അപ്പൊ അതിനകത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ 2 മാർക്ക് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഓരോ മിനിറ്റ് മാത്രമേ ആൻസർ എഴുതാനായിട്ട് ഉപയോഗിക്കാവൂ. 4 മാർക്ക് ചോദ്യത്തിന് അരപ്പുറം എന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ അത് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. 4ഓ 5ഓ സെന്റൻസിൽ ഉത്തരം എഴുതുക. അതിന് ഇൻട്രൊഡക്ഷൻ എഴുതേണ്ട ആവശ്യം ഇല്ല 4 മാർക്ക് ചോദ്യത്തിന്. അപ്പൊ അര പേജ് എന്നുള്ളത് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് അല്പം കൂടിയും കുറഞ്ഞെന്ന് വരും. പക്ഷെ അത് 4ഓ 5ഓ സെന്റൻസുകളിൽ മാത്രം ഉത്തരം എഴുതി നിർത്താൻ ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിന് ഏതാണ്ട് 2 മിനിറ്റോളം സമയം മാത്രമേ നിങ്ങൾ ഓരോന്നിനും എടുക്കാവൂ. 6 മാർക്ക് ചോദ്യം 1 പേജിലാണ് ഉത്തരം എഴുതേണ്ടത്. അതും കൈയക്ഷരം വെച്ച് 1 പേജ് എന്നുള്ളത് കൂടുകയും കുറയുകയും ആവാം. ഇൻട്രൊഡക്ഷൻ വേണം എന്നുള്ളതാണ് 6 മാർക്ക് ചോദ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം മാത്രമേ 6 മാർക്ക് ചോദ്യം എഴുതാവൂ. അതിന് നമുക്ക് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം സമയം 6 മാർക്ക് ചോദ്യത്തിന് ഓരോന്നിനും ഉപയോഗിക്കാം. പിന്നെ വരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. അത് ചിലപ്പോൾ പോയമായിരിക്കും തരുന്നത്, പദ്യമായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ പാരഗ്രാഫോ കഥയോ ഒക്കെ ആയിരിക്കും. അത് വായിച്ചു നോക്കുക, നല്ലപോലെ അത് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. അതൊക്കെ വായിച്ചു നോക്കി ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയമാണ് നമ്മുടെ കൂൾ ഓഫ് ടൈം. അതുപോലെ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്, 3 പാരഗ്രാഫ് ആയിട്ട് അത് എഴുതുക. പോയിന്റ്സ് നിങ്ങൾ അത് ചെയ്യേണ്ടത്, ഇപ്പൊ കൂൾ ഓഫ് ടൈമില് ആ ടൈമിനുള്ളിൽ ആ സമയത്ത് നിങ്ങൾ 8 മാർക്ക് ചോദ്യത്തിന്റെ പോയിന്റ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. പോയിന്റ്സ് കണ്ടെത്തി വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ വിശദീകരിക്കാൻ കഴിയും. മാത്രമല്ല, ചോദ്യത്തിന്റെ ഉത്തരം അവസാനിപ്പിക്കുമ്പോൾ കൺക്ലൂഷൻ പാർട്ടില് ആ ചോദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് ആക്കി അതിന്റെ ആൻസർ അവസാനിപ്പിക്കുന്ന രീതിയിൽ എഴുതും. അപ്പൊ സ്ത്രീയുടെ സംക്രമണത്തിൽ സ്ത്രീയുടെ മോശപ്പെട്ട അവസ്ഥയാണോ ചിത്രീകരിക്കുന്നത് എന്നിങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ അതെ, അവസാനം നമ്മൾ എഴുതി അത് സംക്രമണം എന്ന കവിതയിൽ സ്ത്രീയുടെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ സംക്രമണം എന്ന കവിതയിൽ സ്ത്രീയുടെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുതിയൊരു ശക്തിയായി സ്ത്രീ മാറണം എന്നൊരു അവസ്ഥയാണോ കവി ചിത്രീകരിക്കുന്നത് എന്നൊരു ചോദ്യമാണെങ്കിൽ നമ്മൾ ആ ചോദ്യം എഴുതി അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും സംക്രമണം എന്നുള്ള കവിതയിൽ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് ശക്തിയുടെ പര്യായമായി മാറുന്ന സ്ത്രീയാണ് കവി അവതരിപ്പിക്കുന്നത് എന്ന് എഴുതി വേണം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റോടെ ആയിരിക്കും നമ്മൾ ആൻസർ പൂർത്തിയാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ചോദ്യങ്ങൾക്ക്, അതായത് 2 മാർക്ക് ചോദ്യങ്ങൾക്ക് നമ്മൾ ഓരോ മിനിറ്റ് മാത്രം ഉപയോഗിക്കുക. 4 മാർക്ക് ചോദ്യങ്ങൾക്ക് ഒരു 5 മിനിറ്റോളം സമയം നമുക്ക് എടുക്കാം. 6 മാർക്ക് ചോദ്യത്തിന് 10 മിനിറ്റ് സമയം നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായി എടുക്കാം. 8 മാർക്ക് ചോദ്യത്തിന് നമുക്കൊരു 25 മിനിറ്റോളം നമുക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാം. 2.5 മണിക്കൂറുണ്ട്. സമയം കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന രീതിയിൽ ഉത്തരം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന്, അതായത് 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം എഴുതാൻ കഴിയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1 വേർഡ് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് 6 മാർക്കിൽ 5 എഴുതിയാൽ മതി. പക്ഷെ അറിയാമെങ്കിൽ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ 2 മാർക്ക് ചോദ്യങ്ങളിലും നിങ്ങൾക്ക് അങ്ങനെ 1-2 ചോദ്യങ്ങൾ കൂടുതൽ എഴുതാം. പക്ഷെ മറ്റു ഒരു ചോദ്യത്തിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതരുത്, അതിനുള്ള ടൈം കിട്ടില്ല. അപ്പൊ സമയം ക്രമീകരണവും കൂടെ പാലിച്ചു കഴിഞ്ഞാൽ 80ന് 80 മാർക്ക് ലഭിക്കുന്ന ഒരു പരീക്ഷയായിരിക്കും നിങ്ങളുടെ മലയാളം പരീക്ഷ. എല്ലാവർക്കും വിജയാശംസകൾ. ടീച്ചറിന്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന. നാളെ എല്ലാവർക്കും 80ന് 80 മാർക്ക് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.